കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയ്ക്കും തിരുവള്ളുവർ പ്രതിമയ്ക്കും മധ്യേ കണ്ണാടിപ്പാലം. തമിഴ്നാട് സർക്കാരിന്റെ പുതുവർഷ സമ്മാനമായാണ് ത്രിവേണി സംഗമതീരത്ത് കണ്ണാടിപ്പാലം എത്തിയത്. വിവേകാനന്ദ പാറയെയും തിരുവള്ളുവർ പ്രതിമയെയും ബന്ധിപ്പിക്കുന്നതാണ് കണ്ണാടിപ്പാലം. 37 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കണ്ണാടിപ്പാലത്തിന് 77 മീറ്റർ നീളവും 10 മീറ്റർ വീതിയുമാണുള്ളത്. പാലത്തിന്റെ മധ്യത്തിൽ കട്ടിയുള്ള കണ്ണാടി സ്ഥാപിച്ച് തൂക്കുപാലം മാതൃകയിലാണ് നിർമ്മാണം. കടൽക്ഷോഭത്തെയും ശക്തമായ കടൽ കാറ്റിനെയും പ്രതിരോധിക്കുവാൻ ഏറ്റവും പുതിയ സാങ്കേതികവിദ്യ പ്രയോജനപ്പെടുത്തിയാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചതിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായാണ് കണ്ണാടി നടപ്പാലം നിർമ്മിച്ചത്. കണ്ണാടിപ്പാലം തുറക്കുന്നതോടെ വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളുവർ പ്രതിമയിലേക്ക് നടന്നെത്തിച്ചേരാൻ സാധിക്കും. പാലത്തിന്റെ മധ്യത്തിൽ കട്ടിയുള്ള കണ്ണാടി സ്ഥാപിച്ച് തൂക്കുപാലത്തിന്റെ മാതൃകയിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. കടൽപ്പാലത്തിന്റെ ഉദ്ഘാടനത്തിന് മുന്നോടിയായി ടൗണിൽ 10 കോടി രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി. റോഡുകളുടെ നവീകരണം, ബോട്ട് ജെട്ടിയിൽ ടിക്കറ്റ് എടുക്കാൻ പുതിയ കാത്തിരിപ്പ് കേന്ദ്രം എന്നിവയും നവീകരണ പ്രവർത്തനത്തിൽ ഉൾപ്പെടും. കന്യാകുമാരി ക്ഷേത്രവും ഉദയാസ്തമയവും കാണാനാണ് ആളുകൾ അധികവും കന്യാകുമാരിയിലേക്ക് വരുന്നതെങ്കിലും വിവേകാനന്ദ സ്മാരകവും തിരുവള്ളുവർ പ്രതിമയും ഇവിടെ കാണേണ്ടത് തന്നെയാണ്. കടലിന് നടുവിലെ പാറക്കെട്ടിൽ ഉയർന്നു നിൽക്കുന്ന ഈ നിർമ്മിതികൾ ഒരു കൗതുക കാഴ്ച തന്നെയാണ്. കന്യാകുമാരി തീരത്തു നിന്നും ബോട്ട് മാർഗമാണ് വിവേകാനന്ദ പാറ കാണാനും തിരുവള്ളുവർ പ്രതിമ കാണാനും വരേണ്ടത്. കന്യാകുമാരിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് വിവേകാനന്ദ പാറ. വിവേകാനന്ദ സ്വാമി കന്യാകുമാരി സന്ദർശിച്ചപ്പോൾ കടൽ നീന്തിക്കടന്ന് ഇവിടെ ധ്യാനിച്ച് ഇരുന്നിരുന്നു. വാവതുറൈ മുനമ്പിൽ നിന്ന് 500 മീറ്ററോളം അകലെ കടലിലായി 2 പാറകളിൽ ഒന്നാണിത്. വിവേകാനന്ദ പാറയ്ക്ക് സമീപം മറ്റൊരു പാറയിലാണ് 133 അടി ഉയരമുള്ള തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത്. ഇരു പാറകളെയും ബന്ധിപ്പിച്ച് കടലിനു മുകളിൽ പാലം നിർമ്മിച്ചതോടെ വിവേകാനന്ദ പാറയിൽ നിന്ന് തിരുവള്ളുവർ പ്രതിമയിലേക്ക് നടന്ന് എത്തിച്ചേരാൻ സാധിക്കും.